അഴകും ഫാഷനും ഒരുമിക്കുന്ന 1 ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ, പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ. മുള്ളൂർക്കര പഞ്ചായത്ത് ഭരണസമിതി പൂർണ്ണ പരാജയമാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു. ആന വിഷയത്തിലും തെരുവു പട്ടികളുടെ വിഷയത്തിലും ഇരട്ട നയമാണ് സ്വീകരിക്കുന്നതെന്നും അംഗങ്ങൾ പറഞ്ഞു. പഞ്ചായത്തിനകത്ത് വന്യമൃഗത്തിൽ ആന മാത്രമല്ല ശല്യം, ഇപ്പോൾ പന്നികളുടെ ശല്യം രൂക്ഷമായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ ഈ ഭരണസമിതി വരുന്ന സമയത്ത്, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പന്നിനെ വെടിവെക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ടെൻഡർ കൊടുക്കുകയും ചെയ്തു. അത് അവർ വന്നതിന് ശേഷം ഞങ്ങളാണ് അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിവിധ വാർഡുകളിലൊക്കെ ഒരു 5 പന്നി, ഒരു 10, 15, 20 പന്നിയെ വെടിവെച്ചിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ശേഷം ആ പരിപാടിയെ നിർത്തി. എന്നിട്ട് പറഞ്ഞു ഈ നാട്ടിലെ പന്നി മുഴുവൻ തുരത്തിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ റീൽസ് കാണിച്ച് ആ പബ്ലിസിറ്റി ഉണ്ടാക്കുക എന്നല്ലാതെ വേറൊരു കാര്യത്തിലല്ല. അതോടൊപ്പം തന്നെ നമ്മൾ പറയാനുള്ളത്, നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ആന വരുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നതാണ്. റോഡ് ക്രോസ് ചെയ്ത് കിടക്കുന്ന സമയത്ത് അന്ന് രാത്രി 11:30 മണി വരെ ഞാൻ വിവിധ വാർഡുകൾ, ആ വാർഡിൻ്റെ 4 വശം ഉണ്ടായിരുന്നു. ഒരു പഞ്ചായത്ത് മെമ്പർമാരും അവിടേക്ക് വന്നിട്ടില്ല, ഒരാളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരു പ്രസിഡന്റിനെ അവിടെ കണ്ടിട്ടില്ല. എന്നിട്ട് ഞാൻ ഫോറസ്റ്റുകാരെ ബന്ധപ്പെട്ടു, അവരൊക്കെ വന്ന് അതിനുവേണ്ട എല്ലാ സഹായം ചെയ്തു. ഉദ്യോഗസ്ഥന്മാർ പോലീസിനെ വിളിച്ചു, ചെറുത്തിക്ക് വടക്കാഞ്ചേരിക്കും വിളിച്ചു. ആ വിളിച്ച സമയത്ത് അവർ ഓടിയെത്തി. എന്നിട്ട് എന്താ പറഞ്ഞത്, ഈ ഭരണകക്ഷിയിലുള്ള ആള് പറയാണ് പോലീസ് ശരിയല്ല, പോലീസിന്റെ ഭരണം കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്ന രീതിയിൽ. അപ്പൊ അവനവന്റെ ഭരണം അവനവന്റെ പല്ലിക്കുത്തി മണപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ആ കാര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും നിരുത്തരവാദിത്വവും പഞ്ചായത്തിൽ ഒരു പെറ്റി വർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. പഞ്ചായത്ത് റോഡുകളിൽ വലിയ കുഴികളും വെള്ളക്കെട്ടുമാണ്. താൽക്കാലികമായി കോറി വേസ്റ്റ് ഇട്ട് കുഴികൾ അടയ്ക്കുന്നതിന് പോലും പഞ്ചായത്ത് തയ്യാറാകുന്നില്ല. പഞ്ചായത്തിലെ സർവ്വ മേഖലയിലും ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. തെരുവുനായ ആക്രമണത്തിൽ ഒരു ഇടപെടലും പഞ്ചായത്ത് നിർവഹിക്കുന്നില്ല. കഴിഞ്ഞ മാസം കണ്ണമ്പാറയിൽ തെരുവുനായകളുടെ കടിയേറ്റ് 5 പേർ ചികിത്സ തേടി. മാസം 1 കഴിഞ്ഞിട്ടും ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുവാൻ പോലും പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം വീണ്ടും മുള്ളൂർക്കരയിൽ തെരുവുനായ ആക്രമണം ഉണ്ടായി. പഞ്ചായത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. മുള്ളൂർക്കരയിലാണ് 4 പേരെ കടിച്ച് ഇതായത്. ഇതിനു മുമ്പ് കണ്ണമ്പാറയ്ക്കകത്ത് വിഷനായ ഇറങ്ങിയിട്ട് 5 പേരെ കടിക്കുകയും അവർ ആശുപത്രിയിലായിരുന്നു. ആ സ്ഥിതി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്കൂൾ കുട്ടികൾ, വൃദ്ധര്, സ്ത്രീകൾ എല്ലാവരെയും വലിയ രീതിയിലുള്ള ആക്രമണം ഈ തെരുവുനായ്ക്കളുടെ ഭാഗത്ത് സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഈ കണ്ണമ്പാറയ്ക്കകത്ത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഒരു രീതിയിലുള്ള ഒരു ഇടപെടലും അതിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇത് അവിടെ ഒരു വിഷനായ ഇറങ്ങിയിട്ട് മറ്റു നായ്ക്കൾക്ക് ഇത് കടിയേൽക്കുകയോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. ആ സാഹചര്യത്തിൽ അവിടെ വിവിധ നായകൾക്ക് ഇതിന്റെ പേബാധ പിടിപെട്ടിട്ടുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധ നടപടികളോ പ്രവർത്തനങ്ങളോ പഞ്ചായത്ത് ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ റേബിസ് പ്രതിരോധ കുത്തിവയ്പ്പ് പോലുള്ള അത്തരം കുത്തിവയ്പ്പുകളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അത് ഈ പേ വിഷത്തിൽ നിന്ന് നമുക്ക് ആൾക്കാരെ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള അത് തടയാനായിട്ട് നമുക്ക് കഴിയും. അത്തരത്തിലുള്ള ഒരു ഇടപെടലോ കാര്യങ്ങളോ നമ്മുടെ പഞ്ചായത്തിനകത്ത് ചെയ്യുന്നില്ല. ആളുകളുടെ ജീവനും ഇതിനൊക്കെ ഒരു പുല്ല് വിലയാണ് പഞ്ചായത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട്. കാട്ടാന വിഷയത്തിലും പഞ്ചായത്ത് ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നത്. ഭരണത്തിൽ ഏറുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ റോഡിലിറങ്ങി പ്രതിഷേധിച്ചവർ ഇപ്പോൾ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താതെ മൂകതയിലാണെന്നും ഭരണസമിതി അംഗങ്ങൾ കുറ്റപ്പെടുത്തി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MH അബ്ദുൽ സലാം, KB ബിനീഷ്, PB സയന, KK സാവിത്രി, MA ഉഷകുമാരി, MS ഉദയ, CH ഷമീന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.